സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷമുണ്ടായ പ്രതിഷേധങ്ങൾക്കൊടുവിലടച്ച വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല തുറന്നു. ഈ മാസം 4-നായിരുന്നു കോളേജ് അടച്ചത്. വിവരങ്ങളുമായി ദീപക് മോഹൻ. ദീപക്, ഇപ്പോൾ കോളേജ് തുറന്നിരിക്കുന്നു, വിശദാംശങ്ങൾ എന്താണ്? നികേഷ്, പൂക്കോട് വെറ്ററിനറി കോളേജിലെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം മാർച്ച് 4-നാണ് കോളേജ് അന്ന് അടച്ചത്. അതിനുശേഷം ഇന്ന് വീണ്ടും കോളേജ് തുറന്നിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം സെക്യൂരിറ്റികളെയും കൂടുതൽ നിയോഗിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ 5 ഇടങ്ങളിൽ സെക്യൂരിറ്റി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ഈ വെറ്ററിനറി കോളേജ് സർവകലാശാലയിലേക്ക് പ്രതിഷേധവും മാർച്ചും എല്ലാം നടന്നിരുന്നു. അന്ന് വലിയ തോതിലുള്ള ഉന്തുന്തള്ളും സംഘർഷമൊക്കെ ഉണ്ടായി. ഇതിനെ തുടർന്നാണ് അന്ന് കോളേജ് അടച്ചത്. വീണ്ടും ഇപ്പോൾ കോളേജ് തുറന്നിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ചില നിയന്ത്രണങ്ങൾക്കുണ്ട്. മുൻപ് വിദ്യാർത്ഥികൾക്ക് എല്ലാ ക്യാമ്പസിലേക്കും ക്യാമ്പസിന്റെ എല്ലാ കോമ്പൗണ്ടിലേക്കും പോകാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സിദ്ധാർത്ഥന്റെ മരണം നടന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഹോസ്റ്റലിലും പെൺകുട്ടികളുടെ ഹോസ്റ്റലിലടക്കം വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും കൂടുതൽ പോലീസ് ഇപ്പോൾ ഈ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ ഇപ്പോൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. നികേഷ്, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.